കെട്ടിടം തകർന്നു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. മരിച്ചത് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു. അവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദു കുടുങ്ങിക്കിടന്നത് 2 മണിക്കൂറിലധികം. ഇടിഞ്ഞു വീണത് 68 വർഷം പഴക്കമുള്ള കെട്ടിടം. ഏതായാലും ഇത് അടച്ചിട്ടിരുന്നതാണ്, അതുകൊണ്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. നമ്മൾ ഈ ടോട്ടൽ ബിൽഡിംഗ്, അതായത് ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കാതെ ആരോഗ്യമന്ത്രി. കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ലെന്ന വാദം പൊളിച്ച് ആശുപത്രിയിലെ ഡോക്ടറും രോഗികളും. വാർഡ് ഒഴിപ്പിച്ചിട്ടില്ല, വാർഡിൽ ആളുണ്ട്, പക്ഷെ ബാത്റൂംസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ കയറും. മുകളിൽ 10ലെ ബാത്റൂമിലെല്ലാം കയറിയാലേ ഉള്ളൂ. 11ന്റെയും 14ന്റെയും ബാത്റൂംസ് അടച്ചിട്ടേക്കാണ്. മരണത്തിന്റെ ഉത്തരവാദിത്വം മന്ത്രിമാർ ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സ്കൂളുകളിൽ മതപ്രാർത്ഥനകൾ ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. അന്യമതങ്ങളുടെ പ്രാർത്ഥന നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കുന്നത് ശരിയല്ലെന്ന് വി ശിവൻകുട്ടി. വേണ്ടത് സർവമത പ്രാർത്ഥന. മന്ത്രിയുടെ പ്രതികരണം ന്യൂസ് 18 Q18-ൽ. സ്കൂളുകളിലെ സൂംബ ഡാൻസ് പദ്ധതിയെ വിമർശിച്ച വിസ്ഡം സെക്രട്ടറി ടി.കെ. അഷ്റഫിന് സസ്പെൻഷൻ. എടത്തനാട്ടുകര PKM സ്കൂളിന്റെ നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം. ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന് മുസ്ലിം ലീഗ്. മൂന്ന് തവണ MLA ആയവർ മത്സരിക്കേണ്ടത് വ്യവസ്ഥ നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ്. ഇളവ് കുഞ്ഞാലിക്കുട്ടിക്കും മുനീറിനും മാത്രം. ടേം വ്യവസ്ഥ യുവാക്കൾക്ക് അവസരം കൊടുക്കാൻ. ആലപ്പുഴ ഓമനപ്പുഴയിൽ യുവതിയെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്ന്. അച്ഛൻ ജോസ്മോൻ കഴുത്ത് ഞെരിച്ചപ്പോൾ അമ്മ കൈ പിന്നിൽ നിന്ന് കെട്ടി. കൊലപാതകത്തിന് കാരണം വീട്ടിൽ വൈകി എത്തുന്നതെന്ന് അച്ഛൻ. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ്, അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച അമ്മാവനും അറസ്റ്റ്. സസ്പെൻഷനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ കോടതിയിലേക്ക്. അനിൽകുമാറിന് ഭരണഘടനയുടെ പകർപ്പ് നൽകി സിൻഡിക്കേറ്റ് അംഗങ്ങളും SFIയും. ഡിവൈഎഫ്ഐ SFI മാർച്ചിലെ സുരക്ഷാ വീഴ്ചയിൽ പോലീസ് മേധാവിയെ അതൃപ്തി അറിയിച്ച് രാജ്ഭവൻ. SFI മാർച്ചിൽ ഇന്നും സംഘർഷം. നമസ്കാരം. ലൈവ് അറ്റ് 6-ൽ വാർത്തകളിലേക്ക് വിശദമായി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത്. കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല എന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ആദ്യം വ്യക്തമാക്കിയിരുന്നെങ്കിലും മന്ദിരം ജനങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്ന് നിർണായക വെളിപ്പെടുത്തൽ ആശുപത്രിയിലെ ഡോക്ടർ സുആൻ സക്കറിയയിൽ നിന്ന് ന്യൂസ് 18 ലഭിക്കുകയായിരുന്നു. മന്ത്രിമാർ ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ചുവെന്ന രാഷ്ട്രീയ ആരോപണവും ഇതോടെ ശക്തമായി. കെട്ടിടത്തിൽ ആരുമില്ലെന്ന് മന്ത്രി പറഞ്ഞ ശേഷമുള്ള കാഴ്ചയാണിത്. തകർന്ന കെട്ടിടത്തിൽ ഏറെ നേരം കുടുങ്ങിയ ബിന്ദുവുമായി രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് പോകുന്നത്. രാവിലെ 11 മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 11, 14 വാർഡുകൾ ഉണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന്റെ ശൗചാലയത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞത്. അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അമ്മയെ കാണാനില്ലെന്ന് ബിന്ദുവിന്റെ മകൾ പരാതിപ്പെട്ടതോടെയാണ് വിശദ പരിശോധന ആരംഭിച്ചത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകം ബിന്ദു മരിച്ചു. കെട്ടിടം ജനങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്ന നിർണായക വെളിപ്പെടുത്തൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൽ നിന്ന് ഉണ്ടായി. ന്യൂസ് 18നോടായിരുന്നു ഡോക്ടർ സുആൻ സക്കറിയ വെളിപ്പെടുത്തിയത്. വാർഡ് ഒഴിപ്പിച്ചിട്ടില്ല, വാർഡിൽ ആളുണ്ട്, പക്ഷെ ബാത്റൂംസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ കയറും. മുകളിൽ 10ലെ ബാത്റൂമിലെല്ലാം കയറിയാലേ ഉള്ളൂ. 11ന്റെയും 14ന്റെയും ബാത്റൂംസ് അടച്ചിട്ടേക്കാണ്. ഇതുവരെ ഞങ്ങളുടെ വാർഡ്സിൽ നിന്ന് ഷിഫ്റ്റിംഗ് നടക്കുന്നതല്ലേ ഉള്ളൂ. പുതിയ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എല്ലാം ആവാതെ നമുക്ക് പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. വാർഡ്സിൽ ആളുണ്ട്. പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു. തുടർന്ന് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല. മുഖ്യമന്ത്രി കോട്ടയത്ത് മേഖലാ അവലോകന യോഗം വിളിച്ചിരുന്നതിനാൽ മന്ത്രിമാർക്ക് വേഗത്തിൽ അപകടസ്ഥലത്തെത്താനായി. 66 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബിന്ദുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് 18 കോട്ടയം. ആദ്യ
പ്രസ്താവനയിൽ വെട്ടിലായതിന് പിന്നാലെ തിരുത്തുമായി എത്തുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. വന്നു നിന്നപ്പോഴുള്ള ആദ്യ വിവരമാണ് ആദ്യം പറഞ്ഞത്. സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരാണ് വിവരം പറഞ്ഞതെന്നും മന്ത്രി വിശദീകരിച്ചു. കെട്ടിടത്തിൽ ആരും കുടുങ്ങിയിട്ടില്ലെന്ന പരാമർശമായിരുന്നു മന്ത്രി ആദ്യം നടത്തിയത്. അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത് അടച്ചിട്ടിരുന്നതാണ്, അതുകൊണ്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. നമ്മൾ ഈ ടോട്ടൽ ബിൽഡിംഗ്, അതായത് ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക. ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത്. പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത്. ആളുകൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക. ഉദ്യോഗസ്ഥർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണോ മന്ത്രി ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദിത്തം മന്ത്രിക്കാണെന്നും വീണ ജോർജ് രാജിവെക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. എവിടെന്നെങ്കിലും പറഞ്ഞ് മൈക്കിന്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന നറേറ്റീവ് പറയുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അത്യാഹിത ഘട്ടത്തിൽ, അത്യാസന്നമായ ഘട്ടത്തിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പോലും ഇവരുടെ നിലപാട് കൊണ്ട് കഴിഞ്ഞില്ല. സത്യത്തിൽ ആ മരണത്തിന്റെ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുക്കേണ്ടതാണ്. അവരാണ് പറഞ്ഞത്, ഔദ്യോഗികമായി പറയാണ് മാധ്യമങ്ങളോട്, ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്, അവിടെ ആരുമില്ല. അവിടെ ഉപയോഗത്തിലുള്ള ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്നുകൂടി ഉപയോഗിച്ച ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ്. രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. സത്യത്തിൽ അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഭംഗി. കാരണം കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ്. മരുന്നുമില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സും ഇല്ല, സ്റ്റാഫും ഇല്ല. ആരോഗ്യരംഗം അലങ്കോലമാക്കി. അതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണം. അപകടം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജ് മുഖ്യമന്ത്രി സന്ദർശിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മെഡിക്കൽ കോളേജിൽ യോഗം ചേർന്നു. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് ഇറങ്ങുമ്പോൾ മോർച്ചറി ഗേറ്റിന് മുന്നിലും കോളേജ് ഗേറ്റിന് മുന്നിലും കരിങ്കൊടി അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പരിശോധിക്കുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ അറിയിച്ചു. അത് വിശദമായി എനിക്ക് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ മറുപടി പറയാനായിട്ട് പറ്റുള്ളൂ. ഞാൻ നാളെ രാവിലെ തന്നെ വന്നിട്ട് അന്വേഷണം ആരംഭിക്കും. തീർച്ചയായിട്ടും. ഇല്ല, ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ. നാളെ രാവിലെ പോലെ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്കും KSU പ്രതിഷേധ പ്രകടനം നടത്തി. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലോടെ പുലിവാല് പിടിച്ച ആരോഗ്യവകുപ്പിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടം. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആൾ കുടുങ്ങിയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തും മുൻപായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം. മന്ത്രിമാരുടെ തിടുക്കത്തിലുള്ള പ്രതികരണമാണ് സാഹചര്യം കൂടുതൽ വഷളാക്കിയതെന്ന പൊതുവികാരമാണുള്ളത്. ഇതോടെ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ മന്ത്രിമാരും MLA-മാരും അടക്കമുള്ളവർ സ്ഥലത്തെത്തി. പക്ഷേ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി പരിശോധന നടത്തുവാൻ ഈ വേഗതയുണ്ടായിരുന്നില്ല. ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന സംശയം പലരും പ്രകടിപ്പിച്ചെങ്കിലും അധികൃതർ ഗൗരവത്തിലെടുത്തില്ല. സ്ഥലത്തെത്തിയ പ്രതിപക്ഷ MLA-മാർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ എമർജൻസി പ്രൊവിഷൻസ് അനുസരിച്ച് ഇതേപോലത്തെ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് ഇവിടെ ഒരുക്കിയിട്ടില്ല. കാരണം എല്ലാം കെട്ടിയടച്ചു വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വളരെ കൺസേണിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവിടെ സാധാരണക്കാരൻ വരുന്ന സ്ഥലത്ത് അത് ഇത്രയും സേഫ്റ്റി ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. 2.5 മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിനെ പുറത്തെടുക്കാനായത്. ഇതോടെ രോഷം അണപൊട്ടി. ഉദ്യോഗസ്ഥ തലത്തിൽ കാലതാമസം ഉണ്ടെന്ന് മാത്രമല്ല, 2 മണിക്കൂർ തെരച്ചിൽ വൈകിയത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വ്യാജപ്രചരണം വൈകിയതാണ് ഈ മരണം ആണ്. ആ തെരച്ചിൽ വൈകിയതാണ് അതിന്റെ അവസാനം ഒരു സാധു സ്ത്രീ മരിക്കാനിടയായത്. 2 മണിക്കൂറാണ് വൈകിച്ചത്. എന്ത് കാരണത്താല് വിശദീകരിക്കണം. പക്വതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്ന സംഭവമാണ് മന്ത്രിമാരുടെ തിടുക്കത്തിലുള്ള പ്രതികരണം കൊണ്ട് വഷളായത്. പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാൻ വൈകിയതിലടക്കം സർക്കാർ ഇപ്പോൾ വിശദീകരണം നൽകുന്നുണ്ട്. ഇത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലഘട്ടത്തിലുള്ള ആദ്യത്തെ ബിൽഡിംഗ്
അതിന് കാലപ്പഴക്കമുണ്ട്. സ്വാഭാവികമായി പുതിയ ബിൽഡിംഗ് വരണം. പണി 99% തീർന്നു. ഉദ്ഘാടനം പിന്നീട് നടത്താം. നമുക്ക് പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങണമെന്നാണ് യോഗത്തിൻ്റെ തീരുമാനം. തിയേറ്ററുടെ ഉണ്ടെങ്കിലേ നമുക്ക് സർജിക്കൽ ബ്ലോക്ക്, സർജറീസ് തിയേറ്റർ വേണമല്ലോ. 360 ബെഡുണ്ട്. ആ 360 ബെഡിലെ പേഷ്യൻസിനെയും ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ച് നാളെ രാവിലെ തൊട്ട് മാറ്റി അവരെ സേഫ് ആക്കും. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമത്തെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ തള്ളാതെ വിദഗ്ധ സമിതി റിപ്പോർട്ട്. സിസ്റ്റത്തിന് വീഴ്ചയുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. DMAക്ക് മുൻപാകെ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. അതേസമയം എന്ത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു. സർക്കാരിനെതിരെയും മന്ത്രിക്കെതിരെയുമല്ല, എന്നാൽ ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവമുള്ളതാണ്. അതിന്റെ പേരിൽ നടപടി വന്നാൽ നേരിടുമെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ നിലപാട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ ഡോക്ടറുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ കാലതാമസമുണ്ടായി. സങ്കീർണ നടപടികൾ കാരണം രോഗികൾ അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നും നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഇല്ല, ഭയം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം നമുക്കത് ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി നമുക്ക് കിട്ടും. അതുകൊണ്ട് ഭയമില്ല. പക്ഷേ എനിക്ക് കൂടുതലും ഞാൻ ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് സെക്ടറിലൊക്കെ അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടാത്തതുകൊണ്ടല്ല. എനിക്ക് ഗവൺമെൻറ് സെക്ടറിൽ ഇരുന്ന ഒരു പർട്ടിക്കുലർ നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. അത് എനിക്ക് ആ സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അതിൽ മാത്രമേ ഉള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ജോലി നഷ്ടപ്പെടുമെന്നോ വരുമാനം പോകുമെന്നോ എന്നുള്ള ഭയമല്ല. പർച്ചേസ് നടപടി അടിയന്തരമായി ലളിതമാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിസ്റ്റത്തിന് പ്രശ്നമുണ്ട്. വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മുടങ്ങിയതിനെക്കുറിച്ച് ഹാരിസ് പറയുന്നത് വസ്തുതയാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സമയത്ത് ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിനു മുൻപ് ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. സൂപ്രണ്ടുമാർക്കും പ്രിൻസിപ്പൽമാർക്കും കൂടുതൽ സാമ്പത്തിക അധികാരം നൽകണമെന്നും വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നു. ഡോക്ടർ ഹാരിസിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം സർവീസ് ചട്ടലംഘനമാണെങ്കിലും നടപടി വേണ്ടെന്നാണ് ശുപാർശ. അന്വേഷണ സമിതി DMAക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. ആരോഗ്യമേഖല ICUയിൽ എന്നാരോപിച്ച് യൂത്ത് ലീഗ് MSF പ്രവർത്തകർ തിരുവനന്തപുരത്തും കോഴിക്കോടും നടത്തിയ DMO ഓഫീസ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തള്ളിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശൈലജ ടീച്ചറെ ഒതുക്കാനാണ് പിണറായി വിജയൻ ആരോഗ്യവകുപ്പ് വീണ ജോർജിന് നൽകിയതെന്നും ആരോഗ്യമന്ത്രിയെ തെരുവിൽ തടയുമെന്നും PK ഫിറോസ് പറഞ്ഞു. ഈ രീതിയിലാണ് ഈ സർക്കാർ ഇനിയും മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇത്തരം മന്ത്രിമാരൊക്കെ സ്വൈര്യമായി സഞ്ചരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള തീരുമാനമെടുക്കേണ്ടി വരും. ഒരു സംശയം വേണ്ട. തെരുവിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്ന് ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിയന്തിരമായി ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളെ രക്ഷപ്പെടുത്താൻ, ജനറൽ ആശുപത്രികളെ, PHCകളെ, താലൂക്ക് ആശുപത്രികളെ രക്ഷപ്പെടുത്താൻ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം തയ്യാറാകണം. സ്കൂളുകളിൽ മതപ്രാർത്ഥനകൾ ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. അന്യമതങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റ് മതങ്ങളിലെ കുട്ടികളെ നിർബന്ധിച്ച് ചൊല്ലിപ്പിക്കുന്നത് ശരിയല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വേണ്ടത് സർവ്വമത പ്രാർത്ഥനകളാണ്. വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ഒരുങ്ങുകയാണെന്നും ഈ വിഷയം കേരളം ചർച്ച ചെയ്യണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 Q18 മന്ത്രി വി ശിവൻകുട്ടിയുടെ പരാമർശം. പല സ്കൂളുകളിലും അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഈശ്വര പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ ഈശ്വര പ്രാർത്ഥനകൾ അത് അങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനത് ആദ്യമായിട്ട് പറയുക. കാരണം കുട്ടികളാകുമ്പോൾ ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടാവും. പാടേണ്ട പാട്ടെന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പാട്ടായിരിക്കണം. ഇത് ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം ഊന്നി നിന്നുകൊണ്ട് നടത്തുന്ന പാട്ട് വേറൊരു മതത്തിൽപ്പെട്ടവരെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നത് ശരിയാണോ? ജനഗണമന ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. NSSൻ്റെ ഒരു ഗീതമുണ്ട്, അറിയാമല്ലോ, അതൊരു മതേതരത്വ ഗീതമാണ്, അത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഓരോ സ്കൂളിലും അവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുണ്ട്. അവിടെ ക്രിസ്ത്യൻ പാട്ടുണ്ട്.
മുസ്ലിം നടത്തുന്ന സ്ഥലത്ത് അത് ആ രൂപത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവാം. ഹിന്ദുസിൻ്റെ ആകുമ്പോൾ അത് വേറൊരു രൂപത്തിലുണ്ടാവാം. അത് നമുക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പാട്ടോ ഇഷ്ടമില്ലാത്ത ഒരു ചിന്തയോ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കുമില്ല. ഇനി സെക്യുലർ ആയിട്ടുള്ളതായിരിക്കണം ഈ പ്രാർത്ഥനകൾ എന്നാണ് ഞാൻ കാണുന്നത്. കേരളത്തിലാകെ നമുക്ക് അങ്ങനെ ഒരു ഇത് പ്രശ്നം വെച്ചാൽ ഈ കുട്ടികൾക്ക് 1ാം ക്ലാസ് ചേർന്ന കുട്ടി 1ാം ക്ലാസ് മുതൽ പറഞ്ഞ് പഠിച്ച് അവൻ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ ഇതാണല്ലോ അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കുട്ടികളുടെ സ്വതന്ത്രമായ ചിന്ത, അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്. സസ്പെൻഷനെതിരെ കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാർ കോടതിയിലേക്ക്. ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തിയ രജിസ്ട്രാറെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും SFIയും ഭരണഘടനയുടെ പകർപ്പ് നൽകി സ്വീകരിച്ചു. ഇന്നലെ SFIയും DYFI നടത്തിയ രാജ്ഭവൻ മാർച്ചിലെ സുരക്ഷാ വീഴ്ചയിൽ രാജ്ഭവൻ പോലീസ് മേധാവിയെ അതൃപ്തി അറിയിച്ചു. സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെയുള്ള സസ്പെൻഷൻ നിയമപരമായി നിലനിൽക്കില്ലെന്ന വിലയിരുത്തലിലാണ് രജിസ്ട്രാറും സിൻഡിക്കേറ്റ് അംഗങ്ങളും. അനിൽകുമാർ ഉടൻ കോടതിയെ സമീപിച്ചേക്കും. സസ്പെൻഷൻ പിൻവലിക്കണമെന്നും സെനറ്റ് യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്ക് കത്ത് നൽകി. സിൻഡിക്കേറ്റിന്റെ അഭിപ്രായം നിയമവിരുദ്ധമായിട്ടാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ KS അനിൽകുമാറിനെ വൈസ് ചാൻസലർ ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമേൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് സിൻഡിക്കേറ്റ് ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ തള്ളിക്കളയുന്നു. അദ്ദേഹം അങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടട്ടെ. സിൻഡിക്കേറ്റിന്റെ അഭിപ്രായം ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ KS അനിൽകുമാർ തുടരുക തന്നെ ചെയ്യും. ഒരു തർക്കമില്ല അതിനകത്ത്. രജിസ്ട്രാറായി തുടരുക തന്നെ ചെയ്യും. സർവകലാശാല ആസ്ഥാനത്ത് രജിസ്ട്രാറെ സിൻഡിക്കേറ്റ് അംഗങ്ങളും SFIയും ചേർന്ന് സ്വീകരിച്ചു. ആസ്ഥാന മന്ദിരത്തിനു മുകളിൽ ഭരണഘടനയുടെ പകർപ്പ് പ്രദർശിപ്പിച്ചും പ്രതിഷേധമുണ്ടായി. VCക്കെതിരെ ഇടതു ജീവനക്കാരും പ്രതിഷേധിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ മോഹൻ കുന്നുമ്മൽ ഇന്ന് റഷ്യയിലേക്ക് പോയി. അദ്ദേഹം വരും വരെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസിനാണ് കേരള സർവകലാശാലയുടെയും ചുമതല. ഇന്നലെ രാത്രി രാജ്ഭവനിലേക്ക് SFIയും DYFI നടത്തിയ മാർച്ചിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നാണ് രാജ്ഭവന്റെ ആരോപണം. ഇതിൽ കടുത്ത അതൃപ്തി പോലീസ് മേധാവിയെ രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ട്. സമരക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഭാരതാംബയുടെ ചിത്രത്തിനൊപ്പം രജിസ്ട്രാർ KS അനിൽകുമാർ നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ട് ABVP. 2020 അനിൽകുമാർ പ്രിൻസിപ്പളായിരുന്ന ശ്രീ അയ്യപ്പ കോളേജിലെ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന്റെ ചിത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അന്നില്ലാതിരുന്ന എന്ത് വർഗീയതയാണ് ഇന്ന് രജിസ്ട്രാർക്ക് അനുഭവപ്പെട്ടതെന്ന വിമർശനമാണ് ABVP ഉന്നയിക്കുന്നത്. രജിസ്ട്രാർ അനിൽകുമാർ CPMന്റെ രാഷ്ട്രീയ ചട്ടുകമായതും ABVP ആരോപിക്കും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സൂംബ ഡാൻസ് പദ്ധതിയെ വിമർശിച്ച അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സെക്രട്ടറിയുമായ TK അഷ്റഫിനെ സസ്പെൻഡ് ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അഷ്റഫിനെതിരായ നടപടിയിൽ സർക്കാരിന് എതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി. TK അഷ്റഫിനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടി 24 മണിക്കൂറിനകം കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ഇടത്തനാട്ടുകര PKM UP സ്കൂൾ മാനേജർക്ക് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ കത്ത് നൽകിയതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. അഷ്റഫിനെതിരായ നടപടിക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. ആശങ്ക പ്രകടിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസ്. സൂംബയോട് എതിർപ്പില്ല, വിഷയം വർഗീയ അജണ്ടയാക്കി മാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നതായും ഫിറോസ് ആരോപിച്ചു. അഷ്റഫിനെതിരായ നടപടിക്കെതിരെ വിസ്ഡവും രംഗത്തെത്തിയിരുന്നു. യൂണിഫോം തുല്യത എന്ന ആശയത്തിന് പിന്നാലെ സൂംബ പദ്ധതിയിലൂടെ പാശ്ചാത്യ സംസ്കാരം പറിച്ചുനടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നായിരുന്നു വിമർശനം. സർക്കാരിന്റെ സൂംബ ഡാൻസ് പദ്ധതിക്കെതിരായി പരസ്യമായി ആദ്യം വിമർശനം ഉന്നയിച്ചത് അഷ്റഫായിരുന്നു. പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് ആൺകുട്ടികളുമായി ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ച് പാട്ടിനൊപ്പം തുള്ളാനല്ലെന്നായിരുന്നു അഷ്റഫിന്റെ പ്രതികരണം. നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് അഷ്റഫിന്റെ നീക്കം.
ന്യൂസ് 18 കോഴിക്കോട്. 3 തവണ MLA-മാരായവരെ അടുത്ത നിയമസഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ മുസ്ലിം ലീഗ്. മുതിർന്ന നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും മാത്രമാകും ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുക. ടേം വ്യവസ്ഥ കർശനമാക്കിയാൽ PK ബഷീറും AN ഷംസുദ്ദീനും അടക്കം മുതിർന്ന നേതാക്കൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടില്ല. തുടർച്ചയായോ അല്ലാതെയോ 3 തവണ MLA ആയവരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. ഇത് നടപ്പായാൽ പ്രമുഖർ പലരും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പുറത്താകും. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, ഏറനാട് MLA PK ബഷീർ, മലപ്പുറം MLA P ഉബൈദുള്ള, മങ്കട MLA മഞ്ഞളാംകുഴിയലി, മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ എന്നിവർ പട്ടികയ്ക്ക് വെളിയിലാകും. 5 തവണ നിയമസഭയിലെത്തിയ KP മജീദിനും അവസരം ലഭിച്ചേക്കില്ല. ഇവർക്ക് പുറമെ വള്ളിക്കുന്ന് MLA P അബ്ദുൽ ഹമീദ് മാസ്റ്ററും മഞ്ചേരി MLA UA ലത്തീഫും മാറിയേക്കുമെന്ന സൂചനയുണ്ട്. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി, കേരള ബാങ്ക് ഡയറക്ടർ തുടങ്ങി ഒട്ടേറെ പദവികൾ വഹിക്കുന്നുണ്ട് അബ്ദുൽ ഹമീദ് മാസ്റ്റർ. ആരോഗ്യ പ്രശ്നങ്ങളാണ് UA ലത്തീഫിന് വെല്ലുവിളിയാകുന്നത്. ഇവർ ഒഴിയുന്ന സീറ്റുകൾക്ക് പുറമെ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ സീറ്റുകളിലും യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം ലഭിച്ചേക്കും. KM ഷാജി, PK ഫിറോസ് എന്നിവർക്ക് വിജയമുറപ്പുള്ള സീറ്റുകൾ നൽകി നിയമസഭയിൽ എത്തിക്കണമെന്ന ആവശ്യവും ലീഗിനുള്ളിൽ ശക്തമാണ്. ഇവർക്ക് പുറമെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നിരവധി പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുണ്ട്. എന്നാൽ PK ബഷീറിനെയും N ഷംസുദ്ദീനെയും പോലെ മണ്ഡലത്തിൽ താഴെത്തട്ടിലേറെ സ്വാധീനമുള്ള നേതാക്കളെ ടേം വ്യവസ്ഥയിൽ മാറ്റി നിർത്തരുതെന്ന വാദവും പാർട്ടിയിൽ ശക്തമാണ്. മുസ്ലിം ലീഗിനും UDF-നും വിജയം അനിവാര്യമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണയുള്ള മുതിർന്ന നേതാക്കളെ മാറ്റി പരീക്ഷണത്തിന് തയ്യാറാകുമോ എന്നതും കണ്ടു തന്നെ അറിയണം. മുൻപ് പലവട്ടം ടേം വ്യവസ്ഥ നടപ്പിലാക്കാൻ ശ്രമിച്ച് അതിന് സാധിക്കാതെ പോയ ചരിത്രമുണ്ട് മുസ്ലിം ലീഗിന്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിന് നേതാക്കളുടെ സമ്മർദ്ദം മറികടന്ന് ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മലപ്പുറത്തു നിന്നും CB അനുമോദ്, ന്യൂസ് 18. ഖദർ വിവാദത്തിൽ യുവ നേതാക്കളെ തള്ളി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഒരു കോൺഗ്രസുകാരന്റെ ഡ്രസ് കോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഖദർ. സംസ്കാരം വേണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ചർച്ചയെന്നും യൂത്ത് കോൺഗ്രസിന്റെ ഐഡന്റിറ്റി എന്തിനാണ് മാറ്റാൻ ശ്രമിക്കുന്നതെന്നും തിരുവഞ്ചൂർ ചോദിച്ചു. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്ന്. പതിവായി വീട്ടിൽ വൈകി വന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അച്ഛൻ ജോസ്മോൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ജോസ്മോൻ കഴുത്ത് ഞെരിച്ചപ്പോൾ അമ്മ ജെസിമോൾ പുറകിൽ നിന്ന് ഏഞ്ചലിനെ കൈപിടിച്ചു നൽകിയെന്ന് മണ്ണഞ്ചേരി CI ടോൾസൺ ന്യൂസ് 18നോട് പറഞ്ഞു. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് അമ്മാവൻ ആലോഷ്യയുടെ അറസ്റ്റ്. വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നത്? ഇങ്ങനൊരു ആണ് അതായിരുന്നു അച്ഛനെ അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ. ഇത് നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതെ 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 അങ്ങനെയാണ്. കോഴിക്കോട് വടകരയിൽ വീട്ടമ്മയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയ പോലീസുകാർക്ക് മർദ്ദനമേറ്റു. പ്രതിയെ പിന്നീട് ബലപ്രയോഗത്തിലൂടെ കീഴടക്കി. ഇന്നലെ ഉച്ചയോടെയായിരുന്നു വില്യാപ്പള്ളി സ്വദേശിനിയായ യുവതിയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. വടകര ആശുപത്രിയിൽ പോകാനായി ഓട്ടോറിക്ഷയിൽ കയറിയ ഇരുവരെയും ഓട്ടോ ഡ്രൈവറായ സജീഷ് വടകര ഭാഗത്തേക്ക് പോകാതെ അപരിചിതമായ ഇടവഴികളിലൂടെ കൊണ്ടുപോകുകയായിരുന്നു. യുവതി ബഹളം വച്ചതോടെ ആയഞ്ചേരിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കിവിട്ട ശേഷം ഇയാൾ കടന്നു. യുവതിയുടെ പരാതിയിൽ പോലീസ് പ്രതിയെ തെരഞ്ഞ് കണ്ണൂർ മൊകേരിക്കടുത്തുള്ള വീട്ടിലേക്കെത്തി. പ്രകോപിതനായ പ്രതി പോലീസുകാരെ ആക്രമിച്ചു. SIയുടെ തലക്കടിക്കുകയും ASIയെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വടകര SI രഞ്ജിത്ത്, ASI ഗണേശൻ എന്നിവർക്കാണ് പരുക്കേറ്റത്. ഇരുവരും ചികിത്സ തേടി. ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയ പ്രതിയെ വടകര സ്റ്റേഷനിലെത്തിച്ചു. ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കേസുകൾ രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. കേറ്റാമെലോൺ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിൽ അറസ്റ്റിലായ എഡിസൺ ബാബു വഴി ലഹരി ഒഴുകിയത് 10,000-ലേറെ പേർക്ക്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ഡീലർമാരുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന എഡിസൺ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ലഹരി ഇടപാട് നേരിട്ട് നിയന്ത്രിച്ചിരുന്നതായും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഡാർക്ക് നെറ്റ് ഉപയോഗിക്കും മുന്നേ എഡിസൺ ലഹരി കച്ചവടം തുടങ്ങിയിരുന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ എഡിസൺ വ്യക്തമായ പദ്ധതികളോടെയാണ് ലഹരി കച്ചവടത്തിനിറങ്ങിയത്. വിവിധയിടങ്ങളിൽ ജോലി ചെയ്ത ശേഷം ആലുവയിൽ റെസ്റ്റോറന്റ് ആരംഭിച്ചു. കോവിഡ് സമയത്ത് അത് പൂട്ടി. തുടർന്നാണ് മൂവാറ്റുപുഴയിലെ വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം തുടങ്ങിയത്. വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. എഡിസന് വേണ്ടി ഇടപാട് നടത്താൻ ഡാർക്ക് നെറ്റിൽ ഏജന്റുമാരുണ്ടെന്ന് NCB കണ്ടെത്തിയിട്ടുണ്ട്. കോഡ് ഭാഷകളിലൂടെയായിരുന്നു ഇവരുമായുള്ള ആശയവിനിമയം. ബ്രിട്ടനിലെ ഗുങ്കാഡീനായിരുന്നു എഡിസന് LSD അയച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ LSD ഇടപാടുകാരിലൊരാളായ സിയൂസുമായി ബന്ധമുള്ള ആളാണ് ഡീൻ. എഡിസൺ ഏറ്റവും കൂടുതൽ ലഹരി പാർസലുകൾ അയച്ചത് ബംഗളൂരുവിലേക്കും പൂനെയിലേക്കുമാണ്. കേരളത്തിൽ വേരുറപ്പിച്ച് രാജ്യം മുഴുവൻ പടർന്ന ലഹരി ശൃംഖല സൃഷ്ടിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം.
എഡിസന്റെ മുറിയിൽ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെടാൻ വലിയ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇയാൾ ഇടപാടുകാർക്ക് മയക്കുമരുന്ന് അയച്ചതായി തെളിഞ്ഞിട്ടുണ്ട്. ചേലാട് നിന്നാണ് ഇയാൾ 2 പാഴ്സലുകൾ അയച്ചത്. പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ലഹരി മരുന്നുകളുടെ ഫലം ലഭിച്ച ശേഷം അന്വേഷണ സംഘം എഡിസനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങും. ഇടപാടുകാരെയും ഇടനിലക്കാരെയും കണ്ടെത്താനുള്ള നീക്കത്തിലാണ് NCB. ന്യൂസ് 18 കൊച്ചി. സഭാ വിശ്വാസികൾക്ക് കൂടുതൽ കുട്ടികൾ വേണമെന്ന ആഹ്വാനമായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ. സഭ വളരുന്നുണ്ടെങ്കിലും അംഗങ്ങൾ കുറയുന്നു. അംഗബലമില്ലാത്ത സഭയ്ക്ക് നിലനിൽക്കാനാവില്ലെന്നും റാഫേൽ തട്ടിൽ പറഞ്ഞു. സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നിലവിൽ വന്നു. ഇതിന്റെ ഭാഗമായി സഭാദിനമായ ഇന്ന് അതിരൂപതയിലെ പുതിയ ഭരണസമിതിയും സെന്റ് മേരീസ് ബസിലിക്കയിലെ പുതിയ അഡ്മിനിസ്ട്രേറ്ററും ചുമതലയേറ്റു. ഇനി മുതൽ ഞായറാഴ്ചകളിലും പ്രധാന തിരുനാൾ ദിവസങ്ങളിലും ഒരു കുർബാന സിനഡ് നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന ആയിരിക്കും. ജനാഭിമുഖ കുർബാനയ്ക്ക് സിനഡ് തീരുമാനമെടുക്കുന്ന കാലം വരെയും അംഗീകാരമുണ്ടായിരിക്കും. വൈദികർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളും പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കിയെന്നാരോപിച്ച് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് പ്രവർത്തകർ അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ ധർണ നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ഇന്ത്യ സഖ്യം. വോട്ടർ പട്ടികയിൽ പേരുള്ളവർ പൗരത്വം തെളിയിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഭരണഘടനയ്ക്ക് നേരെയുള്ള ഏറ്റവും ഹീനമായ ആക്രമണമെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ സഖ്യ നേതാക്കൾ പ്രതികരിച്ചത്. റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ വൻപൻ നികുതി ചുമത്താനുള്ള നീക്കവുമായി US. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തടയാൻ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 500% നികുതി ചുമത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. US സെനറ്റിൽ ഇതിനുള്ള ബില്ല് കൊണ്ടുവരുമെന്നാണ് സൂചന. ഗസയിൽ ഉടൻ വെടിനിർത്തലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. GHF സഹായ വിതരണ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ 600-ൽ കൂടുതൽ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. യുദ്ധാനന്തര ഗസയിൽ ഹമാസ് ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സേനയെ മേഖലയിൽ നിന്ന് പിൻവലിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യുന്ന കരാറാണ് ഹമാസ് ലക്ഷ്യമിടുന്നത്.